ക്രോഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പഴംപൊരി കഴിക്കാൻ ഒരാഗ്രഹം. വേറെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് കാലാവധി കഴിയാനായിട്ടുള്ള പഴം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് തീർക്കണം. പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ? കുറച്ച് പഴുത്ത പഴമിട്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മധുരം, നല്ല ടേസ്റ്റ് അല്ലേ? അങ്ങനെ ദാ പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. 2, 3 ദിവസം മുന്നേ ഞാൻ കൊടുങ്ങല്ലൂർ പോയ സമയത്ത് ഞാൻ അവിടുന്ന് ഒരു പഴംപൊരി കഴിച്ചു. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട്. അങ്ങനെയാണോ പഴംപൊരി ഉണ്ടാക്കുക? നമ്മളവിടെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു സ്വീറ്റ്‌നെസ്സും അതിന്റെ കൂടെ ഒരു സ്പൈസിനെസ് ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വിശന്നിട്ടാണോ അത്ര ടേസ്റ്റ് തോന്നിയെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇതാ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയില് ഒരു ചായ കുടിക്കാനും ചായ മസ്റ്റാണല്ലോ. സോ ചായയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ദാ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഈ മാവ് നമ്മള് മൈദ, അരിപ്പൊടിയും കൂടെ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്റ്റ് മിക്സ് ചെയ്തെടുത്താല് നല്ല ഫ്ലഫി ആയിട്ട് വരും ട്ടോ. പക്ഷെ എനിക്ക് ഫ്ലഫി ആയിട്ട് വന്നിട്ടില്ല. അത് വേറൊന്നുമല്ല, കുറച്ച് വെള്ളം കൂടിപ്പോയി. പിന്നെ ഇനിയും പൊടി ഇട്ടാല് മാവ് അത്രയ്ക്കും വേസ്റ്റായി പോവും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. അതിനിടയില് നമ്മുടെ ഒരു പഴംപൊരി കരിഞ്ഞും പോയി. അപ്പൊ അത്രേ ഉള്ളൂ.